സിനിമയുടെ നഷ്ടക്കണക്കുകൾ വീണ്ടും പുറത്തുവിട്ട ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത 17 ചിത്രങ്ങളിൽ 11 നഷ്ടമാണ്. 1.5 കോടിയിലധികം മുടക്കിയ ലവ് ഡേൽ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 10,000 രൂപ മാത്രമാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബീന റാണി ചേരുന്നുണ്ട്. ബീന, വളരെ ഞെട്ടിക്കുന്ന കണക്കാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിടുന്നത്. ഫെബ്രുവരിയിൽ ഇറങ്ങിയ 17 ചിത്രങ്ങളിൽ 11 നഷ്ടമായി എന്നാണ് പറയുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമാണ് മുടക്കുമുതൽ തിരിച്ചു പിടിച്ചത് എന്നാണ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മലയാള സിനിമാ മേഖലയിൽ അഭിനേതാക്കളുടെ പ്രതിഫലത്തിലുണ്ടായ വലിയ തോതിലുള്ള വർധനവും ഒപ്പം തന്നെ GSTക്കൊപ്പമുള്ള വിനോദ നികുതി കുറയ്ക്കാത്ത സർക്കാർ നിലപാടും സിനിമാ നിർമ്മാണ മേഖലയെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഈ വർഷം ആദ്യമാണ് നിർമ്മാതാക്കളുടെ സംഘടനയും ഒപ്പം തന്നെ ഫിലിം ചേംബർ അടക്കമുള്ള മറ്റു സിനിമാ സംഘടനകളും ജൂൺ 1 മുതൽ സിനിമാ സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷത്തെ 2024 മലയാള സിനിമാ നിർമ്മാണ മേഖല നേരിട്ട നഷ്ടത്തിന്റെ കണക്കുകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് 700 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ 2024 മലയാള സിനിമ വ്യാവസായിക നഷ്ടം ഉണ്ടായതെന്ന് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് അതതു മാസത്തിലെ കണക്കുകൾ അതതു മാസം തന്നെ പുറത്തുവിടുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഫെബ്രുവരിയിൽ 17 ചിത്രങ്ങൾ റിലീസ് ചെയ്തതിൽ 11 എണ്ണവും നഷ്ടത്തിലാണ് കലാശിച്ചതെന്ന് സംഘടന ഇപ്പോൾ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1.5 കോടിയിലധികം മുടക്കി നിർമ്മിച്ച ലവ് ഡേൽ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് വെറും 10,000 രൂപ മാത്രമാണ്. ഏതാണ്ട് മുടക്കുമുതലിന് അടുത്തെങ്കിലും എത്തിയത് കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന ചിത്രം മാത്രമാണ്. ഇതിനായി ഏതാണ്ട് 75 കോടി രൂപ ചെലവിട്ടെങ്കിലും 23 കോടി രൂപ 55 ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. ജനുവരിയിലും ഏതാണ്ട് സമാനമായ നഷ്ടമാണ് മലയാള സിനിമാ നിർമ്മാണ മേഖലയിൽ സംഭവിച്ചിട്ടുള്ളത്. 28 ചിത്രങ്ങൾ റിലീസ് ചെയ്ത ജനുവരിയിൽ രേഖാചിത്രം എന്ന ഒരൊറ്റ ചിത്രത്തിന് മാത്രമാണ് മുതൽ മുടക്കിന് അടുത്തെങ്കിലും എത്താനായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുടെ സംഘടന നേരത്തെ തന്നെ ഇത്തരത്തിൽ ഓരോ മാസവും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതായത് മലയാള സിനിമാ നിർമ്മാണ മേഖലയിൽ നിലവിലുള്ള പ്രതിസന്ധിയുടെ ആക്കം എത്രത്തോളമാണെന്ന് ചൂണ്ടിക്കാട്ടാനാണ് നിർമ്മാതാക്കളുടെ സംഘടന ശ്രമിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട GST ക്കൊപ്പമുള്ള വിനോദ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് സർക്കാർ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നേക്കും. എന്നാൽ താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ ഇതര സംഘടനകൾ, അതായത് താരസംഘടനയായ അമ്മയും ഫെഫ്കയും മറ്റുമായി ചർച്ചകൾ തുടരുന്നതേയുള്ളൂ. എന്തായാലും ഈ സാഹചര്യത്തിൽ എല്ലാ മാസവും അതതു മാസത്തെ സിനിമകളുടെ നഷ്ടക്കണക്കുകൾ പുറത്തുവിടാൻ ഒരുങ്ങി തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടന നിലവിലുള്ളത്. കൊച്ചിയിൽ നിന്ന് ബീന റാണിയാണ് ആ വിവരങ്ങൾ നൽകിയത്. സിനിമയുടെ നഷ്ടക്കണക്കുകളാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത 17 ചിത്രങ്ങളിൽ 11 നഷ്ടമായെന്നാണ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്.